ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജോബ്ലെസ് ആർട്ടിസ്റ്റ്. പുതിയൊരു ട്യൂട്ടോറിയൽ സീരീസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സീബ്രഷ് ഉപയോഗിച്ച് ഒരു അറബിക് ടീപോട്ട് ഉണ്ടാക്കാം എന്നാണ്. നിങ്ങൾ സീബ്രഷിൽ ഒരു കംപ്ലീറ്റ് ബിഗിനർ ആണ് എങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോ ഫോളോ ചെയ്യുക. വീഡിയോ മുഴുവനും കാണുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജോബ്ലെസ് ആർട്ടിസ്റ്റ് എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് റെഫറൻസ് ഇമേജ് ലോഡ് ചെയ്യാം. അതിനായിട്ട് ടെക്സ്ചറിൽ കയറുക. ടെക്സ്ചറിൽ ഇമ്പോർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ നിങ്ങളുടെ റെഫറൻസ് ഇമേജ് ഉള്ളത് ആ ലൊക്കേഷനിൽ പോയി റെഫറൻസ് ഇമേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ടെക്സ്ചറിൽ പോയ ശേഷം റെഫറൻസ് ഇമേജ് സെലക്ട് ചെയ്ത് ആഡ് ടു സ്പോട്ട്ലൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇമേജിനെ ഒപ്പാസിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഇമേജിൻ്റെ സൈസ് ഒന്ന് കുറച്ച് നമുക്ക് ക്യാൻവാസിൻ്റെ ഒരു സൈഡിൽ വെക്കാം. നമുക്ക് റെഫറൻസ് ഇമേജ് കണ്ടുകൊണ്ട് സ്കൾപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബ്രഷിനകത്ത് പോയി സാമ്പിൾസിനകത്ത് കയറിയിട്ട് സ്പോട്ട്ലൈറ്റ് പ്രൊജക്ഷൻ ഓഫ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റൂ, സ്കൾപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഒരു സ്ഫിയർ എടുക്കുകയാണ്. സ്ഫിയർ എടുത്ത ശേഷം ക്യാൻവാസിലേക്ക് പേസ്റ്റ് ചെയ്യുക. എഡിറ്റ് മോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. സ്കൾപ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് മേക്ക് പോളിമേഴ്സ് 3D ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു മെറ്റീരിയൽ ആഡ് ചെയ്തു. നമുക്ക് ഈ ഒരു സ്ഫിയറിനെ കുറച്ചൊന്ന് സ്മൂത്ത് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് Ctrl+D പ്രസ് ചെയ്ത് സബ് ഡിവിഷൻ ലെവൽ 3 വരെ കൊണ്ടുവന്നു. അതിനുശേഷം ഡൈനാമിഷ് ചെയ്യണം. ഒരു ലോ റെസൊല്യൂഷൻ കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഒരു 160 സംതിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിപ്പ് കർവ് എന്ന ബ്രഷാണ് എടുക്കേണ്ടത്. അതിനുശേഷം Ctrl+Shift ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം വീണ്ടും നമ്മളൊരു സബ് ടൂൾ ആഡ് ചെയ്യുകയാണ്. ഇത്തവണ ഞാൻ സിലിണ്ടറാണ് എടുക്കുന്നത്. നമുക്ക് ഈ സിലിണ്ടറിനെ ഒന്ന് ക്രീസ് ചെയ്യണം. അതിനായിട്ട് ജോമെട്രിയുടെ അകത്ത് ക്രീസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്രീസ് കൊടുത്തതിന് ശേഷം നമ്മൾ സബ് ഡിവിഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം റെസൊല്യൂഷൻ ഒരു 180 സംതിങ് കൊടുത്തതിന് ശേഷം ഡൈനാമിഷ് ചെയ്യുക. നമുക്ക് ആ ഒരു പോട്ടിന്റെ ബോട്ടം സൈഡിൽ കുറച്ചൊരു തിക്നെസ് ഉള്ള ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു ഭാഗം നമുക്ക് ഇതിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിലിണ്ടർ എടുത്തത്. ഇനി നമ്മൾ നേരെ ട്രാൻസ്ഫോമിൽ പോവുക. ഇവിടെ നമുക്ക് റേഡിയൽ സിമെട്രി ഇനേബിൾ ചെയ്യണം. അതിനായിട്ട് R ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ X ആക്സിസ് ഡിസേബിൾ ചെയ്തിട്ട് Y ആക്സിസ് മാത്രം ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിലൂടെ നമുക്ക് നമ്മുടെ മോഡലിൻ്റെ എല്ലാ വശങ്ങളിലും നമുക്ക് ഒരേ സമയം സ്കൾപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് റേഡിയൽ സിമെട്രിയുടെ ഒരു ഗുണം. ഇനി നമുക്ക് ആ ഒരു ടീപോട്ടിൻ്റെ അതേ സെയിം പ്രപ്പോർഷൻ വരത്തക്ക രീതിയിൽ മൂവ് ബ്രഷ് ഉപയോഗിച്ച് സ്കൾപ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഒരു ബേസിൻ്റെ തിക്നെസ് കൂടി ഒന്ന് കൂട്ടുകയാണ്. ബേസിനെ ചെറുതായിട്ടൊന്ന് മാക്സിമൈസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു സിലിണ്ടറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. നമുക്ക് മുകൾ വശത്ത്, അതായത് ടോപ്പിലും ഒരു സിലിണ്ടർ ആഡ് ചെയ്യണം. ആ ഒരു ടോപ്പിലെ ആ ഒരു ഷേപ്പ്, അതായത് നമ്മുടെ പോട്ടിൻ്റെ ആ ഒരു ടോപ്പ് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു ടോപ്പിൽ കുറച്ച് സ്ഫിയറിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അതിനായിട്ട് Ctrl+Shift
ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഇനി നമുക്ക് ആ മുകൾ വശത്ത് ഇരിക്കുന്ന ആ ഒരു സിലിണ്ടറിനെ ഒന്ന് മാസ്ക് ചെയ്യണം ഈ രീതിയിൽ. അപ്പോൾ അതിനായിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് മാസ്ക് ചെയ്തു. ടോപ്പും ബോട്ടവും ആ രണ്ട് ഏരിയാസ് നമുക്ക് അൺമാസ്ക് ചെയ്യണം. അതിനുശേഷം ഡിഫോർമേഷനിൽ പോയ ശേഷം ഇൻഫ്ലേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ റെഫറൻസ് ഇമേജ് നോക്കിയിട്ട് വേണം നമുക്ക് എത്രത്തോളം തിക്നെസ് ആവശ്യമുണ്ട് എന്നത് നമ്മൾ തീരുമാനിക്കാൻ. അതിനുശേഷം ഡൈനാമിഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു തിക്നെസ് കിട്ടും. ആ ഒരു മുകളിലും താഴെയും ആ ഒരു സ്ട്രൈപ്ഡ് തിക്നെസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് വരാം. നമുക്കൊരു സ്ഫിയർ കൂടിയെടുക്കാം. ഈ സ്ഫിയർ നമ്മൾ ഈ ഒരു ടീപോട്ടിന്റെ അടപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സബ് ഡിവിഷൻ 3 വരെ നമ്മൾ കൺട്രോൾ ഡി കൊടുത്ത ശേഷം ഒരു ലോവർ റെസൊല്യൂഷനിൽ ഡൈനാമിക് ചെയ്യുക. അപ്പം നമുക്ക് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്ഫിയർ നമുക്ക് കിട്ടും. അതിനുശേഷം അതിനെ മുകളിലേക്ക് കൊണ്ടുവരിക. ഇനി നമുക്ക് ആ ഒരു പോട്ടിന്റെ ലിഡിന്റെ സൈസിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്ഫിയറിനെ ഒന്ന് ചെറുതാക്കുക. ആക്ച്വലി നമ്മൾ ഈ ഒരു സ്ഫിയറിൽ നിന്നാണ് ഈ ഒരു പോട്ടിന്റെ ലിഡും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഗിസ്മോ 3Dയിൽ ഒരു സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫ്ലാറ്റൻ കൊടുക്കുക. അതിനുശേഷം ഈ സ്ഫിയറിന്റെ താഴെ കാണുന്ന ഒരു കുഞ്ഞ് ആരോ ഉണ്ടല്ലോ, ആ ആരോയെ പിടിച്ചൊന്ന് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഫിയറിന്റെ അടിഭാഗം നമുക്ക് ഫ്ലാറ്റൻ ചെയ്യാം. സംവെയർ ഇൻ ദ മിഡിൽ നമുക്ക് ഫ്ലാറ്റൻ ചെയ്യാം. കുറച്ചുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഫ്ലാറ്റൻ ചെയ്തതിൽ നിങ്ങൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കൊരു ഹാഫ് സ്ഫിയർ കിട്ടി. ഇതിനെ നമുക്ക് വീണ്ടും നമുക്ക് റേഡിയൽ സിമെട്രി കൊടുക്കുക y ആക്സിസിൽ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ചുറ്റും നമുക്ക് ഒരേ സമയം നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ റേഡിയൽ സിമെട്രി ആക്ച്വലി നമുക്ക് സെയിം കൈൻഡ് ഓഫ് ടെക്സ്ചർ ആ ഒരു മോഡലിന് ചുറ്റും നമുക്ക് ഒരേ സമയം അപ്ലൈ ചെയ്യണമെങ്കിൽ വരെ നമുക്ക് ഈ റേഡിയൽ സിമെട്രി വളരെയധികം യൂസ്ഫുൾ ആണ്. ഞാൻ ചെറുതായിട്ട് ക്ലേ ബിൽഡപ്പ് യൂസ് ചെയ്യുകയാണ് ആ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ ഇതെല്ലാം ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സാണ്. ഒരുപാട് സമയം വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റെഫറൻസ് ഇമേജുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിൽ ഒരു ഡിസയേർഡ് റിസൾട്ട് കിട്ടുകയുള്ളൂ. ആ ഒരു ഷേപ്പ് ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം. ഐ തിങ്ക് നമുക്ക് റേഡിയൽ സിമെട്രിയിൽ കുറച്ച് നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യണമെന്ന്. അതിനുശേഷം വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുക. വളരെ സ്ലോ ആയിട്ട് വേണം സ്കൾപ്റ്റ് ചെയ്യാനായിട്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് വർക്കിംഗ്. യാ, ഇനി കുറച്ചൊന്ന് ഇതിനെ ഒന്ന് ഹൈറ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. യാ, ഇനി നമുക്ക് എഡ്ജ് ഒന്ന് കുറച്ച് ഫ്ലാറ്റ് ചെയ്യാം. അതിനായിട്ട് ഡാം സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുകയാണ്. ചെറുതായിട്ടൊരു ആ ഒരു വരയുണ്ടല്ലോ, ആ റെഫറൻസ് ഇമേജിൽ നമുക്ക് കാണാം ആ ഒരു ലിഡിൻ്റെ ബോട്ടം സൈഡിലൊരു വര പോലെ വരും. അപ്പോൾ അതൊന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഡാം സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലൈൻ ഉണ്ടാക്കുന്നത്.
മൂവ് ബ്രഷ് എടുക്കുക. മൂവ് ബ്രഷ് എടുത്ത ശേഷം ആ ഒരു കർവ് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു റെഫറൻസ് ഇമേജിൻ്റെ സൈഡ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ വരുത്താൻ മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മുടെ ലിഡിൻ്റെ മുകൾ വശം ഒന്ന് മാസ്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പാർട്ട് അൺമാസ്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. നമുക്ക് ആ ഒരു ലിഡിൻ്റെ മുകൾ വശത്തുള്ള ഒരു കുഞ്ഞ് ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐ തിങ്ക് സംവാട്ട് ഓക്കെ. അതിനുശേഷം ഒരു സ്പിയർ ഇൻസേർട്ട് ചെയ്ത ശേഷം ആ ഒരു സ്പിയറിനെ എടുത്ത് ഈ ഒരു അടപ്പിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അടപ്പ് റെഡിയാവും. സി, ഇനി കുറച്ചുകൂടി ഒന്ന് നമുക്ക് ഫ്ലാറ്റൺ ചെയ്യേണ്ടതുണ്ട് ലിഡിനെ. എന്നാൽ മാത്രമേ അത് റെഫറൻസ് ഇമേജുമായിട്ട് മാച്ച് വരികയുള്ളൂ. നമ്മുടെ ലിഡ് കുറച്ച് ഹൈറ്റ് ഒന്ന് കൂടിപ്പോയി. അപ്പോൾ അതിനെ ഒന്ന് ഹൈറ്റ് ഒന്ന് കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്ഫിയർ പിന്നെ ലിഡ് ഇവ രണ്ടിനെയും കൂടി മെർജ് ചെയ്യുകയാണ്. മെർജ് ചെയ്ത ശേഷം ഗിസ്മോ 3D ഉപയോഗിച്ച് കുറച്ചൊന്ന് ഫ്ലാറ്റൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ആ ഒരു റെഫറൻസ് ഇമേജിൻ്റെ ഏകദേശം ഒരു ഹൈറ്റ് വന്നിട്ടുണ്ട്. സ്ഫിയറിൻ്റെ സൈസ് കൂടി നമുക്കൊന്ന് കുറയ്ക്കണം. അതിനായിട്ട് മൂവ് ബ്രഷ് ഉപയോഗിക്കുകയാണ്. മേക്ക് ഷുവർ റേഡിയൽ സിമെട്രി ഓൺ ആയിരിക്കണം. അതിനുശേഷം ഡൈനാമിക് ചെയ്ത് ഇനി നമ്മൾ ഡാം സ്റ്റാൻഡേർഡ് ബ്രഷ് യൂസ് ചെയ്യുകയാണ്. എൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒരുപക്ഷെ നിങ്ങളുടെ യൂസർ ഇൻ്റർഫേസുമായിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ടാകും. കാരണം ഞാൻ എനിക്ക് എളുപ്പത്തിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് ഞാനിത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ZBrushൻ്റെ യൂസർ ഇൻ്റർഫേസിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇനി ഒരിക്കൽ ഒരു ട്യൂട്ടോറിയൽ ഇടുന്നതായിരിക്കും. നമ്മൾ എല്ലാ സബ് ടൂളിനെയും കൂടി ഒന്ന് മെർജ് ചെയ്തിരിക്കുകയാണ്. ഇനി ഗിസ്മോ 3Dയിൽ കുറച്ച് ട്വീക്സ് ഒക്കെ വരുത്തി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റെഫറൻസ് ഇമേജിലെ ആ ഒരു അറബിക് ഫോണ്ടിൻ്റെ സെയിം പ്രപ്പോർഷൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ സബ് ടൂളിനെ വീണ്ടും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫയൽ സേവ് ചെയ്യാൻ സമയമായി. നമ്മൾ എപ്പോഴും ZTL ഫയലായിട്ട് വേണം സേവ് ചെയ്യാൻ. ഓരോ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മോഡലിന് കൊടുക്കുമ്പോഴും അത് സേവ് ചെയ്യണം. ഒരിക്കലും ഒരു സിംഗിൾ ഫയലിൽ ഓവർ റൈറ്റ് ചെയ്ത് സേവ് ചെയ്തിരിക്കുക. കാരണം ആ ഒരു സിംഗിൾ ഫയലിന് എന്തെങ്കിലും കറപ്റ്റായി നിങ്ങൾക്ക് ഓപ്പൺ ആകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ പിന്നെ നിങ്ങളുടെ ഇത്രയും മണിക്കൂറത്തെ വർക്ക് വേസ്റ്റ് ആണ്. സോ ഓൾവേസ് സേവ് ഇറ്റ് ആസ് മൾട്ടിപ്പിൾ ഫയൽസ്. ഇതോടെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമുക്ക് സെക്കൻഡ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ.